എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രാശികളുടെയും ഗ്രഹങ്ങളുടെയും നിറങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഓരോ രാശികൾക്കും അതുപോലെ തന്നെ ഗ്രഹങ്ങൾക്കും ചില നിറങ്ങൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾക്ക് നോക്കാം. മേടം രാശിക്ക് ചുവപ്പ് നിറമാണ്. ഇടവം രാശിക്ക് വെളുപ്പ് നിറമാണ്. മിഥുനം രാശിക്ക് പച്ച നിറം. കർക്കിടകം രാശിക്ക് വെളുപ്പ് കലർന്ന ചുവപ്പ്. ചിങ്ങം രാശിക്ക് കറുപ്പോട് കൂടിയ വെളുപ്പ് നിറമാണ്. കന്നി രാശിക്ക് നാനാവർണ്ണങ്ങൾ, എല്ലാത്തരം നിറങ്ങളും ചിന്തിക്കാം. തുലാം രാശിക്ക് കറുപ്പ് നിറമാണ്. വൃശ്ചികം രാശിക്ക് സ്വർണ്ണ നിറം, സ്വർണ്ണവർണ്ണം എന്നൊക്കെ പറയും. ധനുരാശിക്ക് പിംഗലവർണ്ണമാണ്. മകരം രാശിക്ക് നാനാവർണ്ണങ്ങൾ അല്ലെങ്കിൽ ചിത്രവർണ്ണം എന്ന് പറയും. പലതരം വർണ്ണങ്ങൾ, പല വർണ്ണങ്ങളും മകരം രാശിയെ കൊണ്ട് ചിന്തിക്കാം. കുംഭം രാശിക്ക് പിംഗലവർണ്ണമാണ്. മീനം രാശിക്ക് വെളുപ്പ്, വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു കൂടിയ വെളുപ്പ് എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഇത്രയുമാണ് രാശികളെ കൊണ്ട് ചിന്തിക്കേണ്ട നിറങ്ങൾ. ഇനി രാശികളുടേതുപോലെ തന്നെ ഗ്രഹങ്ങൾക്കും നിറങ്ങൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയുന്ന നിറങ്ങൾ ആ രാശിയുടെ നിറങ്ങൾ ആണ്. അതുപോലെ ഗ്രഹങ്ങളുടെ നിറങ്ങൾ ആണ് പറയുന്നത്. സൂര്യന് ചുവപ്പ് നിറമാണ്, കടും ചുവപ്പായിട്ടും പറയാം. ചന്ദ്രൻ്റെ നിറം വെളുപ്പാണ്. ചൊവ്വയുടെ നിറം ചുവപ്പ് തന്നെയാണ്. ബുധൻ്റെ നിറം പച്ചയാണ്. വ്യാഴത്തിൻ്റെ നിറം വെളുപ്പ് ആണ്. ശുക്രൻ്റെ നിറം കറുപ്പാണ്. ശനിയുടെ നിറവും കറുപ്പ് തന്നെയാണ്. ഇത്രയുമാണ് ഗ്രഹങ്ങളുടെ നിറങ്ങൾ. അതായത് ആ ഗ്രഹങ്ങളുടെ നിറങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ സ്വരൂപത്തിൻ്റെ നിറമായിട്ട് നമ്മൾ അറിയേണ്ടതാണ്. ഇതുപോലെ ഗ്രഹങ്ങൾക്ക് ചില വർണ്ണത്തിൻ്റെ ആധിപത്യം കൊടുത്തിട്ടുണ്ട്. അത് ആ ഗ്രഹത്തിൻ്റെ നിറമല്ല, പക്ഷേ ആ നിറം എന്ന് പറയുന്നത് ഈ ഗ്രഹത്തെ കൊണ്ട് ചിന്തിക്കും എന്നുള്ള രീതിയിൽ എടുക്കണം. സൂര്യനെ കൊണ്ട് ചെമ്പ് നിറം, താമ്രവർണ്ണം എന്നൊക്കെ പറയാറുണ്ട്. ചെമ്പ് നിറം സൂര്യനെ കൊണ്ട് ചിന്തിക്കും. ചന്ദ്രനെ കൊണ്ട് വെളുപ്പ് തന്നെയാണ്. അതായത് വെള്ള നിറത്തിൻ്റെ ആധിപത്യം ചന്ദ്രനാണ് എന്നർത്ഥം. അതുപോലെ കടും ചുവപ്പ്, ആ വർണ്ണത്തിൻ്റെ ആധിപത്യം ചൊവ്വയ്ക്കാണ്. ബുധനെ കൊണ്ട് പച്ചയാണ് വർണ്ണം, പച്ചവർണ്ണത്തിൻ്റെ ആധിപത്യം ബുധനാണ്. മഞ്ഞ നിറത്തെ വ്യാഴം കൊണ്ട് ചിന്തിക്കും. അതായത് മഞ്ഞ നിറത്തിൻ്റെ ആധിപത്യം വ്യാഴത്തിനാണ് എന്നാണ് സാരം. അതുപോലെ തന്നെ നാനാവർണ്ണങ്ങൾ, ഒരുപാട് വർണ്ണങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്, പലതരം വർണ്ണങ്ങൾ കൂടിച്ചേർന്നതൊക്കെ ശുക്രനെ കൊണ്ട് ചിന്തിക്കും. ശനിയെ കൊണ്ട് കറുപ്പ് വർണ്ണം ചിന്തിക്കും. അതായത് കറുത്ത നിറം ശനിയെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഈ പറഞ്ഞ സങ്കല്പങ്ങളിൽ രാഹുകേതുക്കളെ പറഞ്ഞിട്ടില്ല. അതിൽ പല ആചാര്യന്മാരും പല അഭിപ്രായങ്ങളായതുകൊണ്ട് ഒരു സ്ഥിരമായിട്ടുള്ള അഭിപ്രായം ഇല്ലാത്തതിനാൽ ഞാനതിവിടെ പറയുന്നില്ല. എങ്കിലും ചില സന്ദർഭങ്ങളിൽ രാഹുവിന് നീല നിറം അതിൻ്റെ കാരകത്വം കൊടുത്തതായിട്ട് കാണാറുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. എങ്കിലും അതിൽ പല അഭിപ്രായങ്ങളും ഉണ്ട്. അത് പല ആചാര്യന്മാരും ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് രാശികളുടെ വർണ്ണം അല്ലെങ്കിൽ നിറം, ഗ്രഹങ്ങളുടെ നിറം. അവസാനം പഠിച്ചത് ഗ്രഹങ്ങളുടെ ഓരോ നിറത്തിൻ്റെയും ആധിപത്യം ഏത് ഗ്രഹത്തിനാണ് എന്നുള്ളതാണ്. വർണ്ണാധിപത്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയുമാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഓരോ ഗ്രഹങ്ങളുടെയും രാശികളുടെയും നിറത്തെക്കുറിച്ച് പഠിക്കേണ്ടത്. ഇനി നമ്മൾക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. ഗ്രഹങ്ങളുടെ ലിംഗങ്ങൾ, മീൻസ് പുരുഷനാണോ സ്ത്രീയാണോ നപുംസകമാണോ എന്നുള്ളത് നമ്മൾക്ക് ചിന്തിക്കാം. പുരുഷഗ്രഹങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് സൂര്യൻ, വ്യാഴം, ചൊവ്വ എന്നീ 3 ഗ്രഹങ്ങളാണ്. ഈ 3 ഗ്രഹങ്ങൾ പുരുഷഗ്രഹങ്ങളാണ് എന്ന് പറയും. പുരുഷനെ അല്ലെങ്കിൽ പൗരുഷത്തെ, പുരുഷലിംഗത്തെ നമ്മൾ, അതായത് ജെൻഡർ എന്ന് പറയുമല്ലോ, പുരുഷൻ ജെൻഡറായിട്ടുള്ളതിനെയൊക്കെ നമ്മൾ ഈ രീതിയിലാണ്, ഈ ഗ്രഹങ്ങളെ കൊണ്ടാണ് ചിന്തിക്കുക. ഈ 3 ഗ്രഹങ്ങളും പുരുഷഗ്രഹങ്ങളായിട്ടാണ് പറയാറ്. ഇനി ശുക്രനും ചന്ദ്രനും, ഈ 2 ഗ്രഹങ്ങളും സ്ത്രീ ഗ്രഹങ്ങളാണ്.
അതായത് സ്ത്രൈണത അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ക്വാളിറ്റീസ്, അതൊക്കെ നമ്മൾക്ക് ഈ പറയുന്ന ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കാം. പിന്നീടുള്ള ബുധനും ശനിയും നപുംസക ഗ്രഹങ്ങളായിട്ടാണ് പറയാറ്. അതിൽ തന്നെ ബുധൻ ഒരു സ്ത്രീ നപുംസകവും ശനി ഒരു പുരുഷ നപുംസകവുമായിട്ട് പറയാറുണ്ട്. സ്ത്രീ നപുംസകം എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ സ്ത്രീയാണ്, പക്ഷേ പുരുഷനെ പോലെ ആക്ട് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ശനി നേരെ തിരിച്ചാണ്, അത് യഥാർത്ഥത്തിൽ പുരുഷനാണ് എന്നാൽ സ്ത്രീയെ പോലെ ആക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയാം. എന്തായാലും ബുധനും ശനിയും നപുംസകങ്ങൾ എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ അതിൻ്റെ ജെൻഡർ പരിശോധിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണിത്, ഗ്രഹങ്ങളുടെ ലിംഗഭേദങ്ങൾ എന്നുള്ളത്. ഇതിൽ രാഹുകേതുക്കളെ പറ്റി വീണ്ടും പറഞ്ഞിട്ടില്ല. ചില ആചാര്യന്മാർ 2 ഗ്രഹങ്ങളെയും നപുംസകങ്ങളായിട്ടാണ് കാണാറ്. രാഹുവിനെയും കേതുവിനെയും രണ്ടിനെയും നപുംസകങ്ങളായിട്ട് പറയാറുണ്ട്. പക്ഷേ രാഹുവിനെ പലപ്പോഴും കൂടുതൽ തവണയും നമ്മുടെ അനുഭവത്തിലും കണ്ടിട്ടുള്ളത് സ്ത്രീഗ്രഹമായിട്ടാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ചില ആചാര്യന്മാർ അങ്ങനെ രാഹുവിനെ സ്ത്രീഗ്രഹമായിട്ടും കേതുവിനെ നപുംസകമായിട്ടും പരിഗണിച്ച് കാണാറുണ്ട്. എങ്കിലും മറ്റുള്ള രീതിയിലുള്ള പരിഗണനകൾ നിലവിലുണ്ട്. പക്ഷേ രാഹുകേതുക്കളുടെ കാര്യത്തിൽ അഭിപ്രായ ഭിന്നത പലതരത്തിലും ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. ഗവേഷണങ്ങളിലൊക്കെ നമ്മൾക്ക് എങ്ങനെയാണോ നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ട് അത് ചിന്തിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, എങ്കിലും വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ തന്നെയാണ്. ഭാവിയിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ഹൃദിസ്ഥമാക്കുക. അടുത്ത കണ്ടൻറ്റുമായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.